സുഹൃത്തുക്കളെ, LDF-ന് മിക്കവാറും ഇത്തവണ ഒരു 15 സീറ്റിന്റെ ഉള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു പോസ്റ്റിന് താഴെ അസാരം നല്ല ചീത്തവർത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഞാനിങ്ങനെ പറയാനുള്ള കാരണങ്ങളിലേക്ക് ഞാൻ എന്തൊരു കൃത്യമായിട്ട് പറയാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കുറച്ച് കണക്കുകൾ വെച്ചുകൊണ്ടായിരുന്നു. കൃത്യമായിട്ടും കഴിഞ്ഞ കാലത്തെ ചില വോട്ടിംഗ് നിലയുടെ ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നത്, ആ കുറയുന്ന സമയത്ത് മുഴുവൻ LDF-ന് അനുകൂലമായിട്ടും കൂടുന്ന സമയത്ത് മുഴുവൻ UDF-ന് അനുകൂലമായിട്ടും വോട്ട് നില വന്നിട്ടുണ്ട്, സീറ്റ് നില വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം ഇത്തവണ പരിപൂർണമായിട്ട് LDF കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ വടകര അതുപോലെ തൃശ്ശൂർ എന്ന രണ്ട് സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ വടകര ഇപ്പോഴും നമ്മുടെ LDF കൺവീനർ ഇപ്പോഴും ആ ഒരു സീറ്റുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് തന്നെ LDF തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആ ഗോവിന്ദമാഷ് അങ്ങനത്തെ ഒരു വർത്തമാനത്തിന്റെ ഒപ്പം തന്നെ ഗോവിന്ദമാഷ് നമ്മുടെ തിരുവനന്തപുരത്ത് പറ്റിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. കാരണം തിരുവനന്തപുരം തീർച്ചയായിട്ടും നമ്മുടെ ശശി തരൂർ കൊണ്ടുപോകുമെന്ന് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയാണ്. പക്ഷേ നമ്മുടെ വടകരയിലേക്ക് എത്തുകയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളോ പറയുന്നതിനപ്പുറമായിട്ട് സാമുദായികമായിട്ടുള്ള തലക്കുകളിലേക്ക് അവിടുത്തെ ഇലക്ഷൻ രണ്ട് ഭാഗത്തും പോയിട്ടുണ്ടോ നമുക്ക് സംശയം തോന്നുന്നു. ഒപ്പം തന്നെ വടകരയില് BJP-യുടെ വോട്ട് മുഴുവൻ നമ്മുടെ ഷാഫി പറമ്പിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വർത്തമാനം കൂടി കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മുടെ LDF ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നൊക്കെ ചില ആളുകൾക്ക് ഇപ്പോൾ സംശയം തോന്നാം. എങ്കിലും അവിടെ ശൈലജ ചേച്ചി തന്നെയായിരിക്കും ജയിക്കേണ്ടത് എന്നുള്ള ഒരു തരം ശ്രുതി മൊത്തം പരന്നിട്ടുണ്ട്. ഇത്തവണ എന്തുകൊണ്ട് LDF ജയിക്കും എന്നുള്ളൊരു കാരണമാണ്. ഒന്നാമത്തെ കാരണം ഞാൻ പറയുന്നത്, നമ്മുടെ LDF-ന്റെ ഒരു ബൂത്ത് കണക്കെടുപ്പുണ്ട്. ഏകദേശം 25,000 ബൂത്തിൽ നിന്നുള്ളൊരു കണക്കെടുപ്പിൽ നമ്മുടെ LDF കൃത്യമായി ചെയ്യാറുണ്ട്. കാരണം ഇവര് നമ്മുടെ ഇലക്ഷന് മുമ്പ് തന്നെ ഓരോ വീടുകളിലേക്കും ബൂത്തായിട്ട് ഒരു 5-6 പേരെന്ന രീതിയിൽ എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട്. വോട്ട് ഉറപ്പിക്കുക എന്നുള്ള അതിന്റെ ഒരു ലക്ഷ്യം കേട്ടോ. അങ്ങനെ ഉറപ്പിച്ച വോട്ടുകൾ നമുക്ക് കിട്ടുമെന്ന് ഇവര് കണക്ക് കൂട്ടാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടൊക്കെ തെറ്റി വരാറുണ്ട്. എങ്കിലും വോട്ടറുടെ മുഖം കണ്ടിട്ട് ആ വോട്ട് തങ്ങൾക്ക് കിട്ടിയോ അല്ലെങ്കിൽ വേറെ പാർട്ടിക്ക് പോയോ എന്നൊക്കെ കൃത്യമായി കണക്കിലെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നമ്മുടെ UDF സ്ഥാനാർത്ഥികളുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഇലക്ഷന് ശേഷമുള്ള ബോഡി ലാംഗ്വേജ് ആണ്. പലപ്പോഴും ഒരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയുള്ള ബോഡി ലാംഗ്വേജ് നമ്മുടെ UDF സ്ഥാനാർത്ഥികൾക്ക് കാണാനില്ല എന്ന് നമുക്കിപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവര് നേരം പോലെ മാധ്യമങ്ങളുടെ മുഖത്തേക്ക് നേരിട്ട് വരുന്ന അവസ്ഥ നമുക്ക് കാണാനില്ല. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണയാണെങ്കിൽ ശബരിമല ഒരു വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഭരണവിരുദ്ധ വികാരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ തോൽക്കണമെന്നൊരു ആഗ്രഹം കഴിഞ്ഞ തവണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തപ്പെട്ടിരുന്നത്. ഈ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് UDF-ന് ഒരു വലിയ മുൻതൂക്കം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തവണയ്ക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പൊ നമ്മുടെ LDF ഗവൺമെന്റിനെതിരെ, പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഇല്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഭരണവിരുദ്ധ വികാരം ഇവിടെ ആളിക്കത്തിച്ചുകൊണ്ടാണ്. ആ ഒരു കാര്യത്തില് ആ ഒരു സംഗതി പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ LDF വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ അതിന്റെ ഇടയ്ക്കുള്ള ചില UDF ആളുകളുടെ സാമുദായിക വികാരം കത്തിക്കാനുള്ള ശ്രമം, അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം LDF-ന് തന്നെയാണ് അത് അനുകൂലമായിട്ട് വരിക. കാരണം ഒരു സാമുദായിക വികാരം കത്തിക്കൽ ഒരിക്കലും നമ്മുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ കേരളം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് എവിടെയെങ്കിലൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അത് കത്തിച്ച ആൾക്കാരെ കൃത്യമായിട്ട് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ടതാണ്. എന്തൊക്കെയായാലും ഇപ്പോ നമ്മുടെ LDF തീർച്ചയായിട്ടും കിട്ടുമെന്നൊക്കെ പറയുന്ന 2 സീറ്റുകൾ, ഒന്ന് നമ്മുടെ തൃശ്ശൂരാണ്. സുനിൽകുമാർ വിജയിക്കുമെന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒന്ന് വടകരയാണ്. പക്ഷെ വടകരയുടെ ഒപ്പം തന്നെ സീറ്റുകളൊക്കെ BJP നമ്മുടെ UDF-ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിന് ഒരു ചെറിയ മുൻതൂക്കം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് താനും. അതിനൊപ്പം തന്നെ വടകരയും പത്തനംതിട്ടയും ആറ്റിങ്ങലൊക്കെ എന്ന് പറഞ്ഞ ഒരു 12ഓളം സീറ്റുകളാണ്. കൃത്യമായിട്ടൊന്നും നമ്മുടെ LDF കൺവീനർ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു 12ഓളം സീറ്റുകളാണ് കൃത്യമായിട്ട് നമ്മുടെ LDF-ന് വാങ്ങിക്കുക. ഈ ഒരു തരത്തിൽ നോക്കുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള എല്ലാ കണക്കുകളും വെച്ച് നോക്കുന്ന സമയത്ത് LDF-ന്റെ ആ ഒരു മേഖല മുഴുവൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഈ 4-ാം തീയതി നമ്മളൊക്കെ തിരിച്ചറിയപ്പെടുമെങ്കിലും
ഇങ്ങനെ ചില സാധ്യത കൂടി LDFന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF ആണെങ്കിൽ കൃത്യമായിട്ടും അവർ ഒന്നും പറയുന്നില്ല താനും. ബൈ.